من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين أشهد أن لا إله إلا الله وأشهد أن محمد رسول الله اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. അപ്പോൾ നമ്മൾ തുലാസി മസീദ് ഫീഹിയെ കുറിച്ചാണ് ചർച്ച ചെയ്തത്. അത് 3 വിധമുണ്ട്. ഒന്നാമത്തത് മാലി 4 അക്ഷരമുള്ളത്, അത് അഫ്അല, ഫഅല, ഫഅല, ഈ 3 പറഞ്ഞു. രണ്ടാമത്തത് മാലി 5 അക്ഷരമുള്ളത്, 5 അക്ഷരമുള്ളത്, അത് ഒന്നിരിക്കെ അതിൻ്റെ തുടക്കത്തിൽ താ ഉള്ളതായിരിക്കും. ആ 5 അക്ഷരമുള്ളതിൻ്റെ തുടക്കത്തിൽ എന്തായിരിക്കും? താ ഉള്ളതായിരിക്കും എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണമാണ് നമ്മൾ പറഞ്ഞത് കഴിഞ്ഞ ദിവസം. തഫഅല വ തഫാഅല, തഫഅല വ തഫാഅല. ഇതുപോലെ തകസ്സറ തകസ്സുറൻ, തബാഅദ തബാഉദൻ, അല്ലേ? അപ്പം അവിടെ ശരിക്ക് അധികമുള്ളത് തഫഅലയിൽ ഒന്ന് താവും പിന്നെ അതിൻ്റെ ഐന് ഫീലും. തകസ്സറ എന്നുള്ളടത്ത് കണ്ടില്ലേ? തകസ്സറ, താ അധികമാണ്. അതുപോലെ ഐൻ ഫീലാകുന്ന സീന് അവിടെ നിന്ന് അധികമായി. തകസ്സറ, തഫഅല, തകസ്സറ. അതുപോലെ തഫാഅല, തഫാഅല അതിൽ തബാഅദ ആണോ? ബഅദ എന്നാണ്, ബഅദ, ബഉദ എന്നാണ് അതിൻ്റെ സുലാസി മുജറദ്. അതെന്ത് ചെയ്തു? അതിലിപ്പോൾ ഏതൊക്കെ കൂടി? ഒന്ന് ഒരു താവും കൂടി, പിന്നെ ബായിന് ശേഷം ഫായിന് ശേഷം ഒരു അലിഫും കൂടി, തബാഅദ. ഇനി അപ്പോൾ അതാണ് 5 അക്ഷരമുള്ളതാണത്. 3 അസ്ലിയായ അക്ഷരവും 2 അതിന് അധികമായി വന്നത്. ഇനി ഒന്നിരിക്കെ അതിൻ്റെ തുടക്കത്ത് താ ആയിരിക്കും. വ ഇമ്മ അവ്വലുഹുൽ ഹംസത്തു, അല്ലെങ്കിൽ ഒന്നിരിക്കെ അതിൻ്റെ തുടക്കത്തിൽ ഹംസയായിരിക്കും. അതിൻ്റെ തുടക്കത്തിൽ ഹംസയായിരിക്കും. മിഥ്ലു ഇൻഫഅല, ഇഫ്തഅല, ഇഫ്അല്ല എന്നൊക്കെ പറഞ്ഞ പോലെ ഒക്കെ തുടക്കത്തിൽ എന്താണുള്ളത്? ഒരു ഹംസ ഉണ്ട്, അല്ലേ? കാണുന്നില്ലേ? അപ്പം അതിൽ തുടക്കത്തിൽ ഹംസ ഉണ്ട്. 3 ഈ 3 എന്തുണ്ട്? തുടക്കത്തിൽ ഹംസ ഉണ്ട്. അപ്പം അതിൽ അധികമുള്ളത് ഒന്ന് ഹംസ, അധികമുള്ളത് ഒന്ന് ഹംസ. പിന്നെ ഇൻഫഅലയിൽ ഒരു അധികമുള്ളത് നൂന്, സുക്കൂനുള്ള നൂന്. ഇതുപോലെ ഇൻഖതഅ, ഇൻഖതഅ, ഇൻഖിതാഅൻ. അവിടെ തുടക്കത്തിൽ അലിഫും ഹംസയും നൂനും എന്താണ്? അവിടെ സായിദയാണ്. അപ്പോൾ ഫഅല, ഖതഅ, ഖതഅ എന്നാണ് അതിൻ്റെ മുജറദ് രൂപം. സായിദല്ലാത്ത രൂപം എന്താണ്? ഖതഅ എന്നാണ്. അതിന് സായിദയായ 2 അക്ഷരം തുടക്കത്തിൽ വന്നു. അപ്പോൾ ഇൻഖതഅ 5 അക്ഷരം. ക്ലിയർ അല്ലേ? അതിന്റെ മസ്ദറാണ് ഇൻഖിതാഅൻ, ഇൻഖതഅ, ഇൻഖിതാഅൻ. അടുത്തതാണ് ഇഫ്തഅല, ഇഫ്തഅല. ഇതുപോലെ ഇജ്തമഅ, അതിൽ സായിദ ഉള്ളത് 2 അക്ഷരം. ഒന്ന് ഹംസ, തുടക്കത്തിൽ ഹംസ, പിന്നെ ഫാ ഫീലിന് ശേഷം ഒരു താ സായിദയായി വന്നു. ഫാ ഫീലിന് ശേഷം ഒരു താ സായിദയായി വന്നു. ഇജ്തമഅ, ജമഅ എന്നാണ് അവിടെ മുജറദ് രൂപം. എന്താണ്? ജമഅ എന്നുള്ളതാണ് മുജറദ്. അപ്പോൾ ഇജ്തമഅ, ഇജ്തമഅ, ഇഫ്തഅല, ഇജ്തമഅ, ഇജ്തിമാഅൻ, ഇജ്തമഅ, ഇജ്തിമാഅൻ. അടുത്തത് ഇഫ് അല്ല, ഇഫ് അല്ല. അതിലും തുടക്കത്തിൽ ഒരു ഹംസ അധികം, പിന്നെ ഒരു ലാം ഫീൽ അധികം. ഒരു ലാം ഫീൽ, ശദ്ദുള്ള ലാമാണല്ലോ അവിടെ. അപ്പോൾ അതെന്ത് ചെയ്തു? ഇരട്ടിപ്പിച്ചു. മുമ്പ് ഐൻ ഇരട്ടിപ്പിക്കണമൊക്കെ പറഞ്ഞു, ഇത് ലാം ഫീൽ ഇരട്ടിപ്പിച്ചു. ഇഹ്മറ, ഇതുപോലെ ഇഹ്മറ, ഇഹ്മിറാറൻ,
ഇഹ്മറ. അപ്പോൾ ഹമുറ എന്നാണ് അതിൻ്റെ മാലിയായ ഫീൽ വരിക. ഹമുറ മുജറദ്. അതിലെന്ത് ചെയ്തു? ഒരു ഹംസയും അതുപോലെ ഒരു റാവും ലാം ഫീലും ഒന്നും എന്ത് ചെയ്തു? ഇരട്ടിപ്പിച്ചു. ഇഹ്മറ ഇഹ്മിറാറൻ. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ ഇനം. ഒന്നാമത്തെ ഇനം 4 അക്ഷരമുള്ള മാദി, രണ്ടാമത്തെ ഇനം 5 അക്ഷരമുള്ള മാദി. മാദി 5 അക്ഷരം ഉണ്ടായിരിക്കും. അപ്പൊ മൂന്നാമത്തെ ഇനം എന്തായിരിക്കും? മൂന്നാമത്തെ ഇനം എന്തായിരിക്കും? മാലി എത്ര അക്ഷരം ഉണ്ടാവും? 6 അക്ഷരം. 3 ഇനമുള്ളൂ എന്ന് പറഞ്ഞു. നാലാമതൊരു ഇനല്ല. നാലാമതൊരു ഇനം ഇല്ല. 7 അക്ഷരമുള്ള മാലി ഇല്ല, 6 അക്ഷരം. വസ്സാലിസു, മൂന്നാമത്തെ ഇനം മാ, ഒരു ഫിയലാണ്. കാന മാലിഹി, അതിൻ്റെ മാലി ആയിരിക്കുന്നു അലാ സിത്തത്തി അഹ്റുഫിൻ, 6 അക്ഷരങ്ങളുടെ മേലായിരിക്കുന്നു. അതിൻ്റെ മാലി 6 അക്ഷരങ്ങൾ. മിഥുല ഇതുപോലെ ഇസ്തഫ്അല, ഇസ്തഫ്അല. അപ്പം നോക്കിയാൽ അവിടെ ഹംസൻ്റെ തുടക്കത്തിൽ, ഒരു സീനുണ്ട് തുടക്കത്തിൽ, അതിനുശേഷം ഒരു താ ഉണ്ട്. ആ 3 എണ്ണം അധികമാണ്. പിന്നെ അസ്ലിയായ മുജറദായ ഫഅല. അപ്പം ഇസ്തഫഅല. ഇതുപോലെ ഇസ്തഖ്റജ ഇസ്തിഖ്റാജൻ, ഇസ്തഖ്റജ ഇസ്തിഖ്റാജൻ. അവിടെ ഇസ്തഖ്റജ, അവിടെ ഒരു ഹംസയും സീനും താവും അധികമാണ്. ഖറജ എന്നാണ് അതിൻ്റെ മുജറദായ രൂപം. അതിലേക്ക് ഈ 3 എണ്ണം അധികമായി. ഹംസയും സീനും താവും. ഇസ്തഖ്റജ. ക്ലിയർ അല്ലേ? അടുത്തത് വഫ്ആല, വഫ്ആല, ഇഫ്ആല. അതിലും 6 അക്ഷരമുണ്ട്. മറ്റേ ഇഹ്മറ എന്നാ പറഞ്ഞത്. ഇഹ്മറയിൽ 5 അക്ഷരം മുമ്പ് പറഞ്ഞത് അല്ലേ? അവിടെ എന്ത് ചെയ്തു? മീമിന് ശേഷം ഐൻ ഫീലിന് ശേഷം ഒരു അലിഫ് സായിദയായി. അപ്പോൾ ഇഹ്മാറ, ഇഫ്ആല. നഹ്വു ഇഹ്മാറ ഇഹ്മീറാറൻ, ഇഹ്മാറ ഇഹ്മീറാറൻ. ഇവിടെ എന്ത് ചെയ്തു? ഒരു ഹംസ, പിന്നെ ഒരു അലിഫ്, പിന്നെ ഒരു ലാം ഫീൽ വർദ്ധിപ്പിച്ചു. റാവ്, ഇവിടെ ലാം ഫീൽ റാ ആയതുകൊണ്ട് റാവ് വർദ്ധിപ്പിച്ചു. ഇഫ്ആല. അപ്പൊ ഖറജ ആണെങ്കിൽ എങ്ങനെ പറയാം? ഖറജ, ഖറജ എന്നാണെങ്കിൽ ഇഖ്റാജ. കതബ ഇക്താബ, നസറ ഇൻസാറ, ജലസ ഇജ്ലാസ. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓരോ അല്ല നമ്മൾ പഠിക്കുമ്പോൾ എല്ലാം അങ്ങനെ മോഡലാക്കി പഠിക്കണം. പക്ഷെ അങ്ങനെ എല്ലാം ഒന്നും ഉപയോഗത്തിലില്ല, ചിലതേ ഉപയോഗത്തിലുള്ളൂ. ഇപ്പൊ ഇക്താബ എന്നൊന്നും അറബിയിൽ വാക്ക് ഉപയോഗത്തിലില്ല, ഇൻസാറ എന്നൊന്നും ഉപയോഗത്തിലില്ല. പക്ഷെ നമ്മൾ സർഫാക്കുമ്പോൾ, തെറ്റിക്കുമ്പോൾ എന്ത് ചെയ്യും? സുലാസി മുജറദ് ആയ രൂപത്തിന്റെ എല്ലാത്തിനെയും പഠിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? സർഫാക്കാൻ വേണ്ടി ഇങ്ങോട്ട് കൊണ്ടുവരും. ഓരോന്നിനും വ്യത്യസ്ത അർത്ഥമുള്ളത്. ഇപ്പൊ ഇഹ്മാറ എന്ന് പറഞ്ഞാൽ ചുവന്ന നിറമുള്ളതായി എന്നർത്ഥം. ചുവന്ന നിറമുള്ളതായി. അതായത് ഓരോ വസനും ഓരോ അർത്ഥവുമായിട്ട് വരും. അധികം ലാസിമാണ് വരിക, മഫ്ഊൽ ഉണ്ടാവില്ല. ചുവപ്പ് കളറായി. ഇപ്പോൾ ഇസ്തഖ്റജ എന്ന് പറഞ്ഞാൽ എന്തായി? പുറത്ത് പോയി, അവൻ പുറത്തു പോയി എന്നർത്ഥം. അങ്ങനെ ഓരോന്നിനും സ്പെഷ്യൽ ആയിട്ടുള്ള മീനിങ്ങുകൾ ചില ബാബുകളിലേക്ക് ചേരുമ്പോൾ സ്പെഷ്യൽ മീനിങ്ങുകൾ വരും. അപ്പം നമ്മൾ കാത്തല എന്ന് പറഞ്ഞപ്പോൾ, കത്തല എന്ന് പറഞ്ഞാൽ കൊന്നു എന്നാണ്. കാത്തല എന്ന് പറഞ്ഞാൽ പരസ്പരം തല്ലൂടി എന്നർത്ഥം.
അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു, അടികൂടി. അപ്പൊ അത് ആ ബാബിന്റെ പ്രത്യേകതയാണത്. ആ ഒരു ബാബിന്റെ പ്രത്യേകതയാണ്. അതെ, പോരാടി യുദ്ധം ചെയ്തു എന്നൊക്കെ അർത്ഥം. അതായത് രണ്ട് പാർട്ടികൾ ഇടപെടുന്ന അർത്ഥം. ഖത്തല എന്ന് പറയുമ്പോൾ ഒരു പാർട്ടിയല്ലേ ഉള്ളത്. കൊന്നു പറയുമ്പോൾ കൊന്ന ഒരാളല്ലേ ഉള്ളൂ. ഖാത്തല എന്ന് പറയുമ്പോൾ രണ്ട് പാർട്ടിയും പോരാടുന്ന രണ്ട് ടീമും തമ്മിൽ ഉള്ള ഒരു അങ്ങനത്തെ ഒരു മീനിങ്. ഇപ്പോൾ ഹാസമ തർക്കിച്ചു എന്ന് പറയാം. തർക്കത്തിന് ഒരാൾ മാത്രം നിന്നാൽ തർക്കിക്കലുണ്ടാവില്ല. അപ്പം എന്ത് ചെയ്യണം? രണ്ടാൾ വരും. ഹാസമ. ദാറസ പരസ്പരം ചർച്ച ചെയ്തു പഠിച്ചു. ദാറസ. അതുപോലെ കാത്തബ, ആ ബാബിന്റെ പ്രത്യേകത പരസ്പരം എന്നുള്ളൊരു അർത്ഥം വരും. കാത്തബ ദറസ എന്നുള്ളതാണ്. അതിന്ന് അധികം വന്നു. ഒരു അലിഫ് എന്ത് ചെയ്തു? ഫീലിന് ശേഷം വന്നു. അപ്പൊ ദാറസ എന്നായി. അതിന്റെ അർത്ഥം എന്തിന്? പേരോ? സുലാസി മജീദ് പി. അതെ അതെ. നമ്മളിനി ഏതൊരു ഫീല് കണ്ടാലും ഫിഅലാണെങ്കിൽ അത് ഈ രൂപത്തിൽ ഇതിന്റെ ഏതെങ്കിലും ഒന്നായിരിക്കും. ഇതൊക്കെ ഇപ്പോൾ മാലിന്റെ രൂപ പറയണേ. ഇസ്തഫ്അല, ഇഫ്അല എന്ന് പറഞ്ഞാൽ മാലിയാണ്. ഇത് മുലാരി ഉണ്ട്, അംറുണ്ട്, മസ്തർ ഉണ്ട്, നഹി ഉണ്ട്, ഒക്കെ വരും. അപ്പോൾ ലോകത്തിന് ഈ അറബി ഭാഷയിൽ ഏതൊരു ഫീല് വന്നാലും ഈ ഒരു രൂപത്തിലേ വരും. നമ്മളിപ്പോൾ പഠിക്കുന്ന ഈ പറയുന്ന രൂപത്തിലേ വരും. അല്ലാത്തൊരു ഫീല് അറബി ഭാഷയിൽ ഒന്നാവില്ല, ഇല്ല. പിന്നെ എല്ലാം ഒരേ രൂപത്തിലുണ്ടാവില്ല. അപ്പോൾ ഈ ഇഫ്അല ആ വസനൊക്കെ വളരെ അപൂർവമാണ്. ഇനി അടുത്ത് പറയണതൊക്കെ അങ്ങനെ തന്നെ അപൂർവമാണ്. ഒക്കെ അപൂർവങ്ങളാണ്. ചിലതൊക്കെ ധാരാളം വരും. ഇസ്തഫ്അല ആ ബാബ് കുറേ വരും. ഫഅല കുറേ വരും. ഫഅല വരും, അഫ്അല വരും, തഫഅല വരും. ചിലതൊക്കെ എന്ത് ചെയ്യും? വളരെ അപൂർവങ്ങളിൽ. എന്നാലും അങ്ങനത്തെ ഫീലുകൾ ഉണ്ട് എന്ന് പഠിക്കണമല്ലോ. അതിനു വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ ഇഹ്മാറ യഹ്മീറാറൻ, ഇഹ്മാറ യഹ്മീറാറൻ. അടുത്തത് ഏത്? അതെ അതെ, ഇതും സർഫാക്കുനി. നമ്മളിപ്പോ ഓരോ ബാബിന്റെ പേര് പറയണം. ഇത് ഓരോന്ന് സർഫാക്കി അതിന് ശേഷം പറയുന്നത്. നമ്മള് മീസാൻ അജ്നാസിൽ പറയണ അത്ര ഫുൾ രൂപമല്ലെങ്കിലും കുറച്ചൊക്കെ എന്ത് ചെയ്യും ഇതിൽ പറയും. ഓക്കെ. അടുത്തത് ഇഫ് ഔ അല. ഇഫ് ഔ അല, ഒന്ന് അതിലധികം, ഒന്ന് ഒരു ഹംസ, തുടക്കത്തിൽ ഒരു ഹംസ, പിന്നെ ഒരു ഐന്, ഒരൈന് അധികമാണത്, പിന്നെ ഒരു വാവ്. രണ്ട് ഐനുണ്ടായില്ല ഇഫ് ഔ അല. അപ്പൊ അതില് ഒരൈന് അധികമാണ്. ഉദാഹരണം നോക്കി. യഴ്ശൗശബ യഴ്ശീ ശാബൻ, യഴ്ശൗശബ യഴ്ശീ ശാബൻ, യഴ്ശൗശബ. അവിടെ യഴ്ശൗശബ. അപ്പൊ അവിടെ ഒരു ഷീന്, ഒരു വാവ്, അശബ. ഇതൊക്കെ ഇത്തരം വളരെ കുറഞ്ഞ ഒന്നോ രണ്ടോ മൂന്നോ വസനുകളൊക്കെ വരൂ. ഇപ്പൊ ഈ ഷൗഷബ. പിന്നെ നമ്മൾ പഠിക്കുമ്പോൾ എന്ത് പറയും? നസറ. നസറൊക്കെ എങ്ങനെ പറയും? ഇൻ സൗസറ. കതബന്റെ ഇക്തൗതബ. അതുപോലെ നസറ ഇൻ സൗസറ. നസറ ഇൻ സൗസറ. സമിഅ ഇസ്മൗമഅ, ഇസ്മൗമഅ. ജലസ ഇജ്ലൗലസ.
ഇസ്മൗ മഅ. ആ ഇസ്മൗ മഅ. അത് അങ്ങനെ അങ്ങനെ ഉപയോഗത്തിൽ വേർഡൊന്നും ഉണ്ടാവില്ല കേട്ടോ. പക്ഷെ നമ്മൾ ഈ വസിന് പഠിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, അത്തരം പുതിയ പുതിയ വാക്കുകളും എന്താ പറയുക, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ചെയ്യണം. നീ നോക്ക്, ഖറജ, ഇഖ്റൗറജ, ഇഖ്റൗറജ, ദഖല, ഇദ്ഖൗഖല, ദഖലന്റെ ഇദ്ഖൗഖല. ഇല്ലല്ലോ, ഇവിടെ ക്ലിയർ ആണല്ലോ, നന്നായിട്ട് കേൾക്കുന്നുണ്ട്. ഓ, ഒന്ന് റീജോയിൻ ചെയ്ത് നോക്കി.